നമ്മുടെ വിജയൻ നായർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സംസ്ഥാന അവാർഡ് ജേതാവൊക്കെയാണ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറയും. മൈക്കൊന്ന് കൊടുത്താൽ സൗകര്യമായി. വിജയൻ നായർ ചേട്ടാ, വിജയൻ നായർ ചേട്ടാ, ഈ ഇപ്പൊ നമ്മുടെ ഈ വള്ളമേ ചേട്ടാ, ഇങ്ങനെ ക്യാമറ ഒന്ന് നോക്കി, നമ്മുടെ അടി കാണാമല്ലോ ചേട്ടാ. ഇത് പമ്പയാറിന്റെ അവസ്ഥ ഇതാണോ? വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ജൂൺ ജൂലൈയിൽ മാത്രമേ ആഗസ്റ്റ് 3-4 മാസം നമുക്ക് വെള്ളം കിട്ടത്തുള്ളൂ. അതിന് സംസ്ഥാന ഒരുപാട് കാര്യങ്ങൾ പള്ളിയോളസം ഇടപെട്ടെങ്കിലും നമുക്കിതിനൊരു ശാശ്വതമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അനുഭവം ഉണ്ടാകണം. അതാണ് നമുക്ക് വേണ്ടത്. ഇനി കാര്യത്തിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അല്ല, ഇത് ഏത് തരത്തിലൊരു പരിഹാരമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ചുരുക്കി ഈ മണൽപ്പുറ്റ് നീറ്റ് അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ശാശ്വതമായിട്ടൊരു സ്ഥിരമായിട്ട് വെള്ളം നിർത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അതിന് ഗവൺമെന്റ് തലത്തില് എന്താണെന്ന് ആലോചിച്ച് ചെയ്യണം. നമ്മൾ കുറെ നാളായിട്ട് സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് മൺപുറ്റുകൾ മാറ്റിയെങ്കിലും ഇപ്പോഴും ഇതാണ് സ്ഥിതി. അപ്പൊ ഈ വള്ളംകളി നടക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്ക് ഈ ഒരു അവസ്ഥ മാറുമല്ലേ? അപ്പൊ കുറച്ചുകൂടി വെള്ളമൊക്കെ വരുമല്ലോ. ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൺസൂൺ എത്തുമ്പോഴത്തേക്ക് നല്ലൊരു വെള്ളമാകും. അപ്പൊ നമുക്ക് കളി നടത്തുമെങ്കിലും ശരിയായ രീതിയിലുള്ള വെള്ളം ഇല്ല. അപ്പൊ ചേട്ടന്റെ പാട്ട് കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതെ, പാട്ടിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാം. ഞാൻ സംസ്ഥാന അവാർഡ് വാങ്ങിച്ചിട്ട് കേരള എല്ലാ സ്കൂളുകളിലും കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇതും പോകാനുണ്ട്. അപ്പൊ ഈ ലഹരിക്കെതിരായിട്ടുള്ളൊരു വാചകം എന്ന് പറയുമ്പോഴേ കല ഒരു ലഹരിയാകണം. കല ഒരു ലഹരിയായിട്ട് ഈ ലഹരിയെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, പാട്ടിലേക്ക് നമുക്ക് സമയ പ്രശ്നമുണ്ട്. വാർത്ത വന്നിങ്ങനെ നിറഞ്ഞിരിക്കുക. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഹരി. പാർത്തലത്തീനാർത്തി പോക്കി ഓ പാർത്തലത്തീനാർത്തി പോക്കി പാർത്തലത്തീനാർത്തി പോക്കി കീർത്തി പാർത്തനുളവാക്കി. പാർത്തലത്തീനാർത്തി പോക്കി കീർത്തി പാർത്തനുളവാക്കി. പാർത്തലത്തിൽ ആർത്തി പോക്കി കീർത്തി പാർത്തനുളവാക്കി. തകത ദിഗിതകതോ ധീയതി കാത്തരുളും തിരുവാറൻ കാത്തരുളും തിരുവാറൻ. ചേട്ടാ, കണ്ണാടി ജലം നമ്മളെ ആവേശം കൊള്ളിക്കുന്നു. എടുത്ത് ചാടിയാലോ എന്ന് പോലും തോന്നുന്നു. അപ്പൊ ചേട്ടാ, നമുക്ക് വാർത്തയ്ക്ക് സമയമായി. അപ്പൊ ചേട്ടൻ ഇനിയും പുരസ്കാരങ്ങൾ കേട്ടട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അത് വിജയൻ നായർ ആയിരുന്നു.